ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്ന് പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കേരളത്തിൽ മതം മാറ്റാൻ ശ്രമിച്ചെന്ന കേസ്. പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് കേരളത്തിലേക്ക് കൊണ്ടുപോയതിൽ നേരിട്ട് പങ്കുള്ള 2 പ്രയാഗ്രാജ് സ്വദേശികളെ അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, ആദ്യം സംഭവത്തെക്കുറിച്ച്. കൃഷ്ണാജ്, ഗുരുതരമായ കേസാണ് ഉത്തർപ്രദേശ് പ്രയാഗ്രാജിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ പോലീസ് നൽകിയിട്ടുള്ള പ്രാഥമിക വിവരമാണ് നമുക്ക് മുൻപിലുള്ളത്. പ്രയാഗ്രാജിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് കേരളത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവിടെ മതം മാറ്റുന്നതിനും ഭീകര പ്രവർത്തനങ്ങൾക്കും ശ്രമിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്നും മറ്റു പ്രലോഭനങ്ങൾ നൽകിയുമാണ് പ്രയാഗ്രാജിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് കേരളത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് മുസ്ലിം മതത്തിൽ മാറ്റുന്നതിന് ശ്രമിക്കുകയും മറ്റ് ഭീകര പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാനും ശ്രമിച്ചു എന്ന് പോലീസ് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഈ വിഷയത്തിൽ നേരിട്ടുൾപ്പെട്ട, അതായത് ഈ പെൺകുട്ടിയെ പ്രയാഗ്രാജിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുള്ള പ്രയാഗ്രാജ് സ്വദേശികളായിട്ടുള്ള 2 യുവാക്കളെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ മൊഴികൾ, അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ UP പോലീസ് കേരളത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പോലീസ് പറഞ്ഞത് ഈ വിഷയത്തിൽ കേരള മൊഡ്യൂളുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്നാണ് ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രയാഗ്രാജിൽ നിന്ന് ദളിത് വിഭാഗത്തിൽപ്പെടുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയാണ് ഇത്തരത്തിൽ പ്രലോഭിപ്പിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോവുകയും കേരളത്തിലേക്ക് എത്തിച്ചുകൊണ്ട് മതം മാറ്റുന്നതിനും ഭീകര പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നേരത്തെയും കേരളവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ കേരളത്തിന് പുറത്തേക്കും കേരളത്തിനകത്തേക്കും ഇത്തരത്തിൽ പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ചുകൊണ്ട്, അത് പ്രണയത്തിൻ്റെ പേരിലും അല്ലാതെയും പ്രലോഭിപ്പിച്ചുകൊണ്ട് മതം മാറ്റുന്നതിനും ഭീകര പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുന്നതിനുമുള്ള കേസുകൾ. അതായത് ഈ അറസ്റ്റിലായവരുടെ സ്വഭാവം അത് ഭീകര പ്രവർത്തനവുമായി ചേർന്ന് നിൽക്കുന്നതാണോ? കൃഷ്ണാജി, നിലവിൽ അറസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ചുള്ള വിവരമോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്തത് കൊണ്ടും ഇത്തരമൊരു കേസായതുകൊണ്ടും ഈ പെൺകുട്ടിയുടെ വിവരങ്ങൾ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് ആ പെൺകുട്ടിയുടെ വിവരങ്ങളും പോലീസ് അത്തരത്തിൽ പൊതുമധ്യത്തിൽ പരസ്യമാക്കിയിട്ടില്ല. നിലവിൽ 2 പ്രയാഗ്രാജ് സ്വദേശികളായിട്ടുള്ള 2 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഒപ്പം ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നടത്തിയിട്ടുള്ള പരിശോധന, ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള പരിശോധനയിൽ കൂടുതൽ വിവരങ്ങളും ഒപ്പം കേരളത്തിൽ ഈ കേസിന്റെ ഭാഗമായി പ്രവർത്തിച്ചവരെ തിരിച്ചറിയാൻ സാധിച്ചു എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. കേരളത്തിൽ ഈ കേസിൽ ഉൾപ്പെട്ടത് ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ചും നിലവിൽ വിശദാംശങ്ങൾ പോലീസ് നൽകിയിട്ടില്ല. അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അവരെ അറസ്റ്റ് ചെയ്യുന്നതിനുൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കേസുകൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രണയത്തിൻ്റെ പേരിൽ മറ്റ് പല കാര്യങ്ങളുടെയും പേരിൽ പ്രലോഭിപ്പിച്ചുകൊണ്ട് മതം മാറ്റുന്നതിനും ഒപ്പം ഭീകര പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുന്നതിനും രാജ്യത്തിനകത്ത് വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന IS ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകളുടെ ഭാഗമായി പോകുന്നതിനും പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയതിൻ്റെ കേസുകൾ കേരളത്തിൽ ഉൾപ്പെടെ നിരവധി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പുതിയ കേസായാണ് ഉത്തർപ്രദേശിൽ പ്രയാഗ്രാജിൽ ദളിത് പെൺകുട്ടി, അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ചുകൊണ്ട് കേരളത്തിലേക്ക് തട്ടിക്കൊണ്ടുപോവുകയും അവിടെ മതം മാറ്റുന്നതിനും ഭീകര പ്രവർത്തനങ്ങൾക്കും നിർബന്ധിച്ചു, അതിൻ്റെ ശ്രമങ്ങളുണ്ടായി എന്ന കേസ് രജിസ്റ്റർ ചെയ്തത്. കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ തിരിച്ചറിയുകയും അവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുന്നതോടുകൂടി ഈ കേസിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ചിത്രം വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജിഷ്ണു, അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ദളിത് പെൺകുട്ടിയാണ്, മതം മാറ്റലാണ്, അതായത് വളരെ ഗൗരവമേറിയ ഒരു സംഭവമാണെന്ന് വ്യക്തമാക്കുന്നു പോലീസ്, അല്ലേ? തീർച്ചയായും ഏറെ ഗൗരവമുള്ള വിഷയമായിട്ട് തന്നെയാണ് ഉത്തർപ്രദേശ് പോലീസ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇത്തരത്തിൽ സമാനമായിട്ടുള്ള കേസുകൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കേവലം ഒരു പ്രണയം നടിച്ചുകൊണ്ട് മതമാറ്റം എന്നതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായി ഭീകര സ്വഭാവത്തോടുകൂടി പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് മതം മാറ്റുകയും അവരെ പിന്നീട് ഭീകര പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ആശയ പ്രചാരണത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. സമാനമായിട്ടുള്ള കേസുകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഏറെ ഗൗരവത്തോടു കൂടിയാണ് ഉത്തർപ്രദേശ് പോലീസും ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ദ്രുതഗതിയിലുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രയാഗ്രാജ് സ്വദേശികളായിട്ടുള്ള 2 പേരെയാണ് കേസിൽ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരാണ് പ്രയാഗ്രാജിൽ നിന്ന് ഈ പെൺകുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന്, തട്ടിക്കൊണ്ടുപോകുന്നതിനും അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങളും ചെയ്തിട്ടുള്ളത് ഈ 2 പേരാണെന്നാണ് കരുതുന്നത്. അവരെ കൂടുതൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒപ്പം മൊബൈൽ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ പരിശോധിച്ചുകൊണ്ടും അന്വേഷണം നേരിട്ട് പങ്കുള്ള 2 പേർ പിടിയിലായതുകൊണ്ട് തന്നെ
കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും എന്ന് തോന്നുന്നു. അവർ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടാകും, ആരാണ് പിന്നിലെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ അന്വേഷണം കുറച്ചുകൂടി എളുപ്പമാകും എന്ന് തോന്നുന്നു. തീർച്ചയായും കൃഷ്ണാജി, രണ്ടുപേരെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഉത്തർപ്രദേശ് പോലീസ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ കേരളവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കേസിൽ കേരളത്തിൽ നിന്ന് ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഓൾറെഡി ഉത്തർപ്രദേശ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കും എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേർ അറസ്റ്റിലായത് കേസിൽ ഏറെ നിർണായകമാണ്. ഈ രണ്ടുപേരെന്നുള്ളത് അവരെ ഈ പെൺകുട്ടിയെ, ദളിത് പെൺകുട്ടിയെയും പ്രയാഗ്രാജിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന്, തട്ടിക്കൊണ്ടുപോകുന്നതിന് നേരിട്ട് ആ സഹായം ചെയ്തിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, ആരുടെ കൂടെയാണ് ഈ പെൺകുട്ടി പോയത് എന്നത് സംബന്ധിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള മൊഴിയും അവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങളും ഈ രണ്ടു പേർക്കും പോലീസിന്, അല്ലെങ്കിൽ ഈ രണ്ടു പേരിൽ നിന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ കേസിൻ്റെ അന്വേഷണം കൂടുതൽ സുഗമമാകും. ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നതിന്, അല്ലെങ്കിൽ ഈ പെൺകുട്ടി നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ എന്നതുപോലും പോലീസ് നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല. പോലീസ് നൽകിയിട്ടുള്ള വിവരം പ്രയാഗ്രാജ് സ്വദേശികളായിട്ടുള്ള രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട്, അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. അതിനുശേഷം ഈ കേസിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടാം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ കേസിൽ ഏറ്റവും നിർണായകം എന്തുകൊണ്ട് കേരളത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൽ ഇത്തരത്തിൽ മതം മാറ്റം ഉൾപ്പെടെ, അല്ലെങ്കിൽ ഭീകര സ്വഭാവത്തോടുകൂടി പെൺകുട്ടികളെ മതം മാറ്റുന്നതിനും ഭീകരവാദ ആശയ പ്രചാരണത്തിനും വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുകയും അതിന് വളക്കൂറുള്ള മണ്ണാണ് കേരളം എന്ന് നേരത്തെ തന്നെ ഇൻ്റലിജൻസ് വിഭാഗങ്ങൾ നിരവധി തവണ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകുകയും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അവിടേക്കാണ് വീണ്ടും പ്രയാഗ്രാജിൽ നിന്നൊരു പെൺകുട്ടിയെ, അതും പ്രായപൂർത്തിയാകാത്ത പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. കേരളത്തിലെ നിരവധി കേസുകൾ, അഖില ഹാദിയ കേസുകൾ ഉൾപ്പെടെ അതിൻ്റെ ചരിത്രങ്ങൾ, കേരളത്തിലെ ചരിത്രം നമുക്ക് മുൻപിലുള്ളതാണ്. ആദ്യം പ്രണയം നടിച്ചുകൊണ്ട് മതം മാറ്റുകയും പിന്നീട് മതം മാറ്റുന്നതിൻ്റെ കൂടെ ഭീകര പ്രവർത്തനങ്ങളിലേക്കും ഇസ്ലാമിക ആശയ പ്രചരണത്തിനും ഉൾപ്പെടെ ആ പ്രണയം ഈ ഭീകര പ്രവർത്തനങ്ങളിലേക്കും മുസ്ലിം മതം മാറ്റത്തിലേക്കും വഴിമാറുന്ന നിരവധി കേസുകൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെയുണ്ട്. അതിൻ്റെ പിറകെയാണ് ഇപ്പോൾ പ്രയാഗ്രാജിൽ നിന്നൊരു പെൺകുട്ടിയെ കേരളത്തിലേക്ക് തട്ടിക്കൊണ്ടുപോവുകയും അവിടെ മതം മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്ന് പ്രയാഗ്രാജ് പോലീസ്, ഉത്തർപ്രദേശ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, ഈ കേരളത്തിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടും എന്നാണ് മനസ്സിലാക്കുന്നത്. കൃഷ്ണരാജ്, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. വിവരശേഖരണം നടത്തുക ജിഷ്ണു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്ന് പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കേരളത്തിൽ മതം മാറ്റാൻ ശ്രമിച്ചെന്ന കേസാണ്. ഈ വാർത്ത ജനം TV ആണ് ആദ്യം പുറത്തുവിടുന്നത്. പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് കേരളത്തിലേക്ക് കൊണ്ടുപോയതിൽ രണ്ടുപേർ, പ്രയാഗ്രാജ് സ്വദേശികളായ രണ്ടുപേർ നേരിട്ട് പങ്കുള്ളവരാണ്. അവർ അറസ്റ്റിലായിട്ടുണ്ട്. ഏതായാലും എന്തുകൊണ്ട് കേരളത്തിലേക്ക് എന്ന ചോദ്യചിഹ്നം അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.